തട്ടിക്കൊണ്ടുപോകൽ നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസ്. ദിയയുടെ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിനും രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകലിന് ഇരുവരുടെയും പേരിൽ പോലീസ് കേസെടുത്തത്. കുറച്ച് ദിവസം മുമ്പ് ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെന്നാരോപിച്ച് കൃഷ്ണകുമാർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. അതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ജീവനക്കാരും നടപടി ആവശ്യപ്പെട്ട് ഇരുവർക്കുമെതിരെ പരാതി നൽകിയത്. എന്നാൽ പരാതി വ്യാജമാണെന്നാണ് കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം. പണം തട്ടിയത് കണ്ടുപിടിച്ച ശേഷം തെറ്റ് സമ്മതിച്ച് 8 ലക്ഷം രൂപ ജീവനക്കാർ തിരികെ നൽകിയെന്നും കേസിൽ ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും നടൻ പറഞ്ഞു. ദിയയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ OBYOCയുമായി ബന്ധപ്പെട്ടാണ് വിവാദ സംഭവം. കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് 27-കാരിയായ ദിയ ബിസിനസ്സിലേക്ക് തിരിഞ്ഞത്. ഫാൻസി ആഭരണങ്ങൾ, സാരികൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ളതാണ് ദിയയുടെ ഉടമസ്ഥതയിലുള്ള OBYOC എന്ന സ്ഥാപനം. ഓൺലൈൻ വ്യാപാരത്തിന് പുറമെ തിരുവനന്തപുരത്ത് ഒരു ഫിസിക്കൽ സ്റ്റോറും OBYOCക്കുണ്ട്. 2021 സ്ഥാപനത്തിന് ദിയ തുടക്കം കുറിച്ചത്. ഇതിനോടകം 3 ലക്ഷത്തിന് മുകളിൽ ഹാപ്പി കസ്റ്റമേഴ്സിനെ സ്ഥാപനത്തിന് ലഭിച്ചു കഴിഞ്ഞു. വ്യാപാരങ്ങൾ ഏറെയും സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നടക്കുന്നത്. ദിയയും ഭർത്താവ് അശ്വിനും തന്നെയാണ് എല്ലാം നോക്കി നടത്തുന്നത്. സ്ഥാപനം വിപുലീകരിച്ച ശേഷമാണ് പുതിയ കുറച്ച് ജീവനക്കാരെ കൂടി ദിയ നിയമിച്ചത്. എന്നാൽ അവരിൽ ചിലർ മൂലം തനിക്ക് പണം നഷ്ടമായെന്ന് കഴിഞ്ഞ ദിവസം ദിയ വെളിപ്പെടുത്തിയിരുന്നു. കടയിൽ നിന്നിരുന്ന 2 വനിതാ ജീവനക്കാർ തൻ്റെ അഭാവത്തിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൂടെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഉപഭോക്താക്കൾക്ക് ബില്ല് പേ ചെയ്യുന്നതിനായി ഒരു QR കോഡ് ദിയ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.